പത്തനംതിട്ടയിലെ ഒരു ചെറിയ കടയുടെ മുന്നിലിരുന്ന് ഇവർ വെറുതെ സൊറ പറയുകയാണെന്നാണ് ആദ്യം കരുതിയത്. തെരഞ്ഞെടുപ്പ് കാലമല്ലേ, രാഷ്ട്രീയമായിരിക്കാം സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അല്ല, വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിലും എന്ന വിഷയത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ സംസാരം. ഇപ്പോൾ പഠിക്കുന്ന കോഴ്സിന് പഠിച്ചിറങ്ങുമ്പോൾ സാധ്യതയില്ലെങ്കിൽ എന്തു ചെയ്യും? ഞങ്ങളുടെ കോളേജിൽ എന്ന് പറഞ്ഞിട്ടല്ല, ഇപ്പൊ ഏത് കോളേജിലാണെങ്കിലും പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സ്കില്ലാണ് മെയിൻ. ഇപ്പൊ ഇന്റർവ്യൂ വരെ എത്തിക്കാൻ കോളേജിന് പറ്റത്തുള്ളൂ. ഇന്റർവ്യൂന്ന് കയറിപ്പോ നമ്മുടെ സ്കില്ലാണ്. പിന്നെ കൂടുതലും ഫിനാൻസ് ഒക്കെ പറയുമ്പോൾ ഇപ്പൊ CA അത്രയും ചാൻസ് MBA ഫിനാൻസർ കിട്ടണമെന്നില്ല. അപ്പൊ പലതിലും വേരിയേഷൻ കാണും. ഇനിയിപ്പോ ഡിപ്ലോമ പഠിക്കുന്ന ഒരാൾക്കും PG കഴിയുന്ന ഒരാൾക്കും അത്രയും വ്യത്യാസമില്ല. അത്രയും നാളും കൂടെ എക്സ്ട്രാ പഠിക്കുന്നതല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാലറി സ്കെയിലിൽ മാറ്റം വരും. അത് തന്നെ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ എടുക്കുന്ന കോഴ്സ് അന്നേരത്തെ ഒരു ചാൻസ് ഇരിക്കും. ഇപ്പൊ നമ്മൾ ഒരെണ്ണം കൊള്ളാമെന്നും പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കിന് അതിന് സ്കോപ്പ് ഇല്ലെങ്കിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് അവസരങ്ങൾ അനുസരിച്ച് താല്പര്യങ്ങളും മാറും. താല്പര്യം ചേട്ടാ, നമ്മളിപ്പം അവസരങ്ങൾ അനുസരിച്ചല്ലേ താല്പര്യങ്ങൾ മാറുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന അവസരം അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ എല്ലാരും ഇത് തന്നെ പഠിക്കണമെന്ന് താല്പര്യം ഉള്ളതുകൊണ്ട് പഠിക്കുന്നതല്ലല്ലോ. അവർക്കൊരു ജോലി കിട്ടണം, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കണം. അതിന് കിട്ടുന്ന ചാൻസ് എവിടെയാണ് ആ ചാൻസിന് വേണ്ടി പഠിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇത് തന്നെ പഠിക്കണമെന്നും പറഞ്ഞാൽ പഠിക്കുന്നതൊക്കെ കുറവല്ല. ഡിപ്ലോമ മോശമെന്നല്ല, പക്ഷെ ഒരു ബിരുദത്തിന്റെ അത്ര വരില്ലല്ലോ. പറ്റിപ്പോയി. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോ നമ്മളെ ഈ എത്രയായാലും ഡിപ്ലോമ അല്ലേ. ഇപ്പൊ MBAയുടെ ഒരു സ്കോപ്പ് വരുന്ന പോലെയൊക്കെ പാടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു റേഞ്ച് ഡിപ്ലോമ മോശമൊന്നുമല്ല. ആ ഒരു സ്കോപ്പ് ഇപ്പൊ MBA എന്ന് പറഞ്ഞാൽ തന്നെ എല്ലായിടത്തും MBA നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പം ഓരോരുത്തർ പ്ലേസ്മെന്റ്സും കാര്യങ്ങളും പോലെ ഇരിക്കും ജോലി കിട്ടുന്നതും കയറുന്നതൊക്കെ. ഡിപ്ലോമയിൽ നീ എത്രയായാലും ഇപ്പൊ ഒരു സാലറി ഹൈക്ക് വേണമെങ്കിൽ ഒരു ഇത്ര ഡിഗ്രി ക്വാളിഫിക്കേഷൻ ബേസ് വരുന്നതൊക്കെ ഉണ്ട്. അതിന്റെ ഒരു സീനൊക്കെ ഉണ്ട്. പിന്നെ അല്ലെ പുറത്തൊക്കെ പോവാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു സീന ഇപ്പൊ PGയിൽ നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ PGDM എടുക്കുന്ന സ്ഥലം പോലെ ഇരിക്കടാ. ഇപ്പൊ എല്ലായിടത്തും കിട്ടും. ഇപ്പൊ MBA ആണെങ്കിൽ തന്നെ ഓൺലൈനിലുണ്ട്, ഓഫ്ലൈനിലുണ്ട്. നല്ല പ്ലേസ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുന്ന ഇടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ പഠിച്ചവരോട് ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും. അല്ലാതെ പിന്നെ IPL ഇന്നത്തെ കളി കണ്ടില്ലേ? തന്നെ കളിയല്ലേ കളിച്ച്, ജയിക്കേണ്ട കളിയല്ലായിരുന്നു. BCom-നും സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ BCom അല്ലേ, ടീച്ചേഴ്സിനോട് സംസാരിക്കും, നിനക്ക് ഓപ്ഷൻസ് കിട്ടുന്ന പോലൊക്കെ നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇപ്പൊ പല ഫീൽഡില്. അത് നമുക്ക് അറിയാത്ത ഫീൽഡൊക്കെ കാണും. നോക്കിയിട്ട് അല്ലെങ്കിൽ ഇത് തന്നെ പോകണം നിർബന്ധമൊന്നും ഇല്ല. ഓപ്പൺ ആയിട്ടുള്ള ഫീൽഡ്, ചാൻസ് ഉള്ള ഫീൽഡ് നോക്കി എടുക്കണം. അന്വേഷിച്ച് അമ്മ ഫോണിൽ വിളിച്ചപ്പോൾ തൽക്കാലം ഈ സൗഹൃദ സഭ പിരിച്ചു കിട്ടും. ഒരു സെക്കൻഡ് അമ്മേ. തൊഴിൽ അതല്ലേ ചെറുപ്പക്കാർക്ക് പ്രധാനം. റിപ്പോർട്ടർ, പത്തനംതിട്ട.